നമ്മുടെ പാഞ്ച് ബാബനും സിദ്ധിനും കൂടി പൊക്കിക്കൊണ്ട് പോണ ഈ ഓലക്കുടിയുടെ സൈസ് കണ്ടോ നിങ്ങൾ? അതേപോലെ ഇന്ന് നമ്മുടെ കടയിലുണ്ടായിരുന്ന വലുതും ചെറുതുമായ മീനുകളും മീൻ വാങ്ങിക്കാനായിട്ട് വന്ന നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും പിന്നെ പല മീനുകളുടെ വിലയും പല ടൈപ്പിലുള്ള മീനുകളും ചെമ്മീനുകളും ക്ലീൻ ചെയ്തതും കട്ട് ചെയ്തതുമായിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഉണ്ട് നമ്മുടെ ഇന്നത്തെ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് ഇതിന് കാണണം കേട്ടോ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും താഴെ കമന്റിലും അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ പതിവ് പോലെ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് തന്നെ കട തുറന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചനായിരിക്കട്ടെ കടയിൽ ആദ്യം ചെന്ന് കട തുറക്കുന്നത്. ഞാനപ്പോൾ ഒരു 5:15 മണിയായപ്പോൾ ചെന്നപ്പോൾ കണ്ട കാഴ്ചയായിട്ട് ഈ കാണുന്നത്. ഒരു ടീം കുറച്ചധികം കരിമീൻ ഞങ്ങൾക്ക് തരാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കരിമീനുകൾ എല്ലാത്തിനും വലുപ്പം അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോന്നിനും അതിൻ്റെതായ മാർക്കറ്റ് വിലയിട്ടിട്ട് കൈയോടെ തന്നെ മുഴുവൻ ക്യാഷും കൊടുത്തു വിട്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ പ്രധാന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരാണ്. മിക്കവാറും ഈ സമയത്ത് വരുന്ന മീനുകളെല്ലാവരും അവർ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന്റെ പകുതി മാർജിൻ മാത്രം ഈടാക്കിയിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ ആ സമയത്ത് വന്ന മിക്ക മീനുകളും അവർ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ കടയിലേക്ക് വന്ന പുഴ മീനുകളും കടൽ മീനുകളും ഓരോരോ ട്രേകളാക്കി നമ്മുടെ തട്ടിലേക്ക് വെച്ചേക്കണ കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ നമ്മുടെ തട്ടിൽ ഇപ്പൊ എന്തൊക്കെയാണോ ഉള്ളത് എന്ന് പറഞ്ഞാൽ കരിമീനുണ്ട്, നെയ്മീനുണ്ട്, ആവോലിയുണ്ട്, പിന്നെ പൂമീനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വില കൂടിയ ഒരു മീനാണ് ഈ കാണുന്ന നെയ്മീൻ എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ നെയ്മീന്റെ 600 ആയിരുന്നു. പിന്നെ ഈ കാണുന്നത് നല്ല നാടൻ പൂമീനാണ്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 200 രൂപയുമായിരുന്നു നിന്ന്. അപ്പോഴേക്കും നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സ് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട നല്ല ജീവനുള്ള ഈ സൈസ് വരുന്ന കാളാഞ്ചിയുടെ വില, അതായത് 1.5 കിലോ സൈസ് വരുന്ന ഈ ഒരു കാളാഞ്ചിയുടെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 500 രൂപയുമായിരുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി കരിമീനാണ് ഈ കാണുന്നത്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 600 രൂപയുണ്ട. അങ്ങനെ നേരം വെളുത്തു ഏകദേശം ഒരു 7 മണി 7:30 സമയമായിട്ടാ. അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ടൊരു ഓർഡർ ഉണ്ടായിരുന്നു. അതായത് ഒരു 1000 കറി പീസിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്ന ഓലക്കുടിയന്മാരുണ്ട്. നമ്മുടെ മുനമ്പത്ത് നിന്ന് ഇറക്കിയേക്കുന്ന മീനാണ് ഇതെല്ലാനും. അപ്പോൾ നമ്മളിന്ന് മീറ്റ് കിലോയ്ക്ക് വിറ്റ വില എന്ന് പറഞ്ഞാൽ 380 രൂപയ്ക്കാണ്. അതുകൂടാതെ നമുക്ക് എല്ലാ ദിവസവും പല പല റെസ്റ്റോറൻറ്റുകളിൽ നിന്നുള്ള ഓർഡർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പിലോപ്പികളാണ് നമ്മുടെ സീതം ചേച്ചിയും ചാക്കോച്ചാനും കൂടി നിന്ന് വെട്ടുന്നത്. അങ്ങനെ നേരം വെളുത്തപ്പോഴേക്കും ചെമ്മീനുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ചെമ്മീൻ കിട്ടണ സീസൺ ഉണ്ട് ഈ കുറച്ച് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ചൊരിഞ്ഞിരുന്ന ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ചൂടൻ ചെമ്മീനാണ്. നമ്മൾ 180 രൂപയ്ക്കാണ് ഇന്ന് ചെമ്മീൻ വിറ്റത്. അതേപോലെ തന്നെ ഈ കാണുന്നത് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള നാരൻ ചെമ്മീനാണ്. അതായത് നമ്മുടെ പുഴയിലെ നാരൻ ചെമ്മീനാണ് ഇത്. ഇത് കണ്ടില്ലേ, ഈ ഒരു സൈസ് വരുന്ന നാരഞ്ച മീൻ നമ്മളിന്ന് വിറ്റ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 340 രൂപയ്ക്കാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മാച്ചാനുണ്ടല്ലോ, അതായത് കറുത്താവൂലിയുടെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 540 ആയിരുന്നു. അപ്പോൾ അത് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള ഒരെണ്ണത്തിന് നമ്മുടെ ഒരു കസ്റ്റമർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാക്കോച്ചേന ഉണ്ടോ ആ ഒരു ആവൂലിയെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു ആവൂലിയുടെ മാത്രം തൂക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1,900 ഉണ്ടായിരുന്നു. അതായത് 2 കിലോ താഴെ. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് വളരെ കനം കുറഞ്ഞ പീസുകളാക്കിയിട്ടുണ്ട് നമ്മുടെ ചാക്കോച്ചേട്ടൻ കട്ട് ചെയ്യുന്നത്. വറക്കാൻ കണക്കാക്കിയിട്ടാണ് പുള്ളിക്കാരൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ വളരെ കനം കുറഞ്ഞ പീസുകളാക്കിയിട്ടാണ് ഈ ഒരു വലിയ ആവൂലിയെ ചാക്കോച്ചേട്ടൻ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അതേപോലെ തന്നെ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് നമുക്ക് കുറച്ച് പൂമീൻ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂമീൻ നമ്മുടെ സീതം ചേച്ചിയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂമീൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയ മുള്ളുകളുണ്ടെങ്കിലും വളരെ ടേസ്റ്റുള്ള ഒരു മീൻ തന്നെയാണ് നമ്മുടെ പൂമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മീനിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ നമുക്കിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കരിമീനൊക്കെ ഒട്ടും തന്നെ കിട്ടാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇന്ന് ഇഷ്ടംപോലെ കരിമീനും ചെമ്മീനും കണമ്പൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കടയിൽ. നമ്മൾ സാധാരണഗതിയിൽ അച്ചാറൊക്കെ ഇടുന്ന ചെമ്മീനില്ല, ചൂടൻ ചെമ്മീൻ. അപ്പോൾ ചൂടൻ ചെമ്മീൻ നമ്മുടെ സീമച്ചേച്ചിയാണ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. കിലോയ്ക്ക് 40 രൂപയ്ക്കാണ് ഇവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത്, അതായത് ചെറിയ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അത് ഇവരെ നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഇച്ചാനും ഇച്ചായത്തി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതായത് 1 മില്യണിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഇവർക്കുണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ സെലിബ്രിറ്റി കസ്റ്റമേഴ്സ് ആയിരുന്നു ഇവർ നമ്മുടെ. നമ്മുടെ കൃഷ്ണകോട്ട കടയിലായിരുന്നു നേരത്തെ ഓർഡർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് 1000 പീസിൻ്റെ ഓർഡർ ആയിരുന്നു. പക്ഷേ നമ്മുടെ വലിയ ഓർമ്മയിലുള്ള കടയിലേക്കും കുറച്ചധികം ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഓലക്കുടി നമ്മുടെ വലിയ ഓർമ്മയിലുള്ള കടയിലേക്ക് കൊണ്ടുപോകണം കാഴ്ച വേണ്ടി കാണുന്നത്. അപ്പോൾ നമ്മുടെ പാഞ്ചുപാപ്പൻ്റെ നേതൃത്വത്തിൽ സിദിനും പാഞ്ചുപാപ്പനും കൂടിയാണ് ഓലക്കുടിയന്മാരെ നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റി വിടുന്നത്. എന്നിട്ട് നമ്മുടെ വലിയ ഓർമ്മയിലിട്ടിട്ട് വെട്ടി കൊടുക്കാനുള്ള മീനാണ് ഈ കാണുന്ന എല്ലാ മീനും. അതേപോലെ തന്നെ ഇന്ന് കേരയും ഉണ്ടായിരുന്നു. കേരയുടെ വില കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിറ്റ വില എന്ന് പറഞ്ഞാൽ 200 രൂപയ്ക്കണ്ട. ഈ ഓരോ കേരയ്ക്കും ഏകദേശം ഒരു 3 കിലോ 3.5 കിലോ അല്ലെങ്കിൽ 4 കിലോ മാക്സിമം ആ ഒരു സൈസ് വരുന്ന കേര ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് 200 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ നമ്മുടെ കടയിൽ എപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ലൈവ് കാണാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ തട്ടിൽ മീൻ കണ്ടില്ലെങ്കിൽ നമ്മുടെ ലൈവ് ഇഷ്ടമെങ്കിലേക്ക് ഒന്ന് നോക്കാൻ കൂടി ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കാണാഞ്ചിൻ്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് 500 രൂപ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ചെമ്പലികളുണ്ടായിരുന്നു. 340 രൂപയുണ്ട് ഈ ചെമ്പലിയുടെ വില എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഓർഡറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അതായത് 1000 പീസിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് നമ്മുടെ ചാക്കോച്ചേട്ടൻ ഒരു ഓലക്കുടി എടുത്തിട്ട് വെട്ടുന്ന കാഴ്ചയുണ്ട് കാണുന്നത്. അപ്പോൾ പതിയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് നമ്മുടെ തട്ടിലോട്ട് മീൻ കട്ട് ചെയ്യുന്ന തട്ടിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട് ചാക്കോച്ചേട്ടൻ. അപ്പോൾ 1000 പീസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 31 കിലോ ഓലക്കുടി നമ്മളിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു ഓർഡറായിരുന്നു ഈ 1000 പീസിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ വലിയ ഓർഡറായാലും ചെറിയ ഓർഡറായാലും എന്ത് ടൈപ്പ് ഓർഡറായാലും നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം. എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണ്ട. അപ്പോൾ ഇനിയും ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.